ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രോഷേ സ്റ്റോറി. നമ്മളിന്നൊരു 5 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവർ പഠിക്കാനാണ് പോകുന്നത്. നമുക്ക് ഈ ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 5 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറാണ്. നമുക്കിത് ചെയ്ത് നോക്കാം. ആദ്യം സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ടും ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കണ്ട് അതൊന്ന് പഠിക്കാം. ക്രോഷൻ്റെ ബേസിക് സ്റ്റിച്ചാണ് സ്ലിപ്പ് നോട്ട്. നമ്മളിപ്പോൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇതിന് ശേഷം നമുക്ക് 5 ചെയിൻ സ്റ്റിച്ചാണ് ഇടേണ്ടത്. 5 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഈ ചെയിൻ സ്റ്റിച്ചും എങ്ങനെ ഇടുന്നതെന്നുള്ളത് ലോങ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കണ്ട് ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ 5 ചെയിൻ സ്റ്റിച്ചാണ് ഇടേണ്ടത്. എന്നിട്ട് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടും. നമ്മൾ സ്ലിപ്പ് നോട്ടും എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ലൂപ്പ് പോലെ കിട്ടും. നമ്മൾ അതിലാണ് ഈ 5 പെറ്റൽസ് വർക്ക് ചെയ്തെടുക്കുന്നത്. നമുക്കപ്പോൾ ഒരു ലൂപ്പായിട്ടുള്ളത് കിട്ടും. നമുക്കിനി ഈ ലൂപ്പിലാണ് 5 പെറ്റൽസ് വർക്ക് ചെയ്തെടുക്കാനുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഈ ആദ്യത്തെ പെറ്റലിന് നമുക്ക് ചെയ്ത് നോക്കാം. അതിനാദ്യം വേണ്ടത് ഒരു 4 ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷയാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ 3 ട്രിപ്പിൾ ക്രോഷ ചെയ്ത് നോക്കാം. നമ്മൾ ട്രിപ്പിൾ ക്രോഷ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാം. യാൺ ഓവർ 2 തവണ യാൺ ഓവർ ചെയ്തതിന് ശേഷം ആ ലൂപ്പിനകത്ത് ഇട്ട് പിന്നെയും യാൺ ഓവർ ചെയ്യുമ്പോൾ നമുക്ക് 4 ലൂപ്പുകൾ കിട്ടും. ആ 4 ലൂപ്പിൽ 2 ലൂപ്പിൽ ആദ്യം യാൺ ഓവർ ചെയ്യുക, വീണ്ടും 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്യുക, വീണ്ടും 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പിൾ ക്രോഷ ചെയ്തെടുക്കാം. ഒന്നുകൂടെ നോക്കാം. 2 തവണ യാൺ ഓവർ ചെയ്തതിന് ശേഷം ലൂപ്പിലൂടെ നീഡിൽ കടത്തി വീണ്ടും യാൺ ഓവർ എടുക്കുമ്പോൾ വീണ്ടും 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്യുക, വീണ്ടും 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്യുക, വീണ്ടും 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്തെത്താൽ നമുക്ക് ട്രിപ്പിൾ ക്രോഷ കിട്ടും. ചെയ്ത് നോക്കി എളുപ്പമാണ്. ഈ വീഡിയോയും ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയ്യുമ്പോൾ ഇതിനെ ആ ചെയിനിലോട്ട് അടുപ്പിച്ച് പിടിക്കണം. നമ്മൾ ഗ്യാപ്പ് വരാതെ അടുപ്പിച്ചിട്ട് വേണം നമുക്കിങ്ങനെ പെറ്റൽസ് ചെയ്തെടുക്കാൻ. നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം വീണ്ടും നമ്മളൊരു 4 ചെയിൻ സ്റ്റിച്ച് കൂടെ ഇട്ട് ആ ലൂപ്പിനകത്ത് സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പെറ്റൽസ് നമുക്ക് റെഡിയായി കിട്ടും. 4 ചെയിൻ ഇട്ടതിന് ശേഷം ലൂപ്പിനകത്തൂടെ ഇട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യാം. നമ്മൾ ഈ എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ആ പെറ്റൽസിനെ ഒന്ന് അടുപ്പിച്ച് പിടിക്കാൻ ശ്രമിക്കണം. അപ്പോഴേ ഗ്യാപ്പില്ലാതെ നമുക്ക് കിട്ടുള്ളൂ. നമുക്കിത് ഒരു പെറ്റൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒരു പെറ്റൽ. ഇതുപോലെ നമുക്ക് 5 പെറ്റൽസാണ് ചെയ്തെടുക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പെറ്റൽ ചെയ്യാൻ വീണ്ടും 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷ ചെയ്യുക. ഈ ട്രിപ്പിൾ ക്രോഷ ചെയ്യുമ്പോൾ ഈ ബാലൻസ് വരുന്ന നമ്മൾ ആദ്യം ചെയ്ത ഈ ബാലൻസ് വരുന്ന യാണിനെ ഈ ചെയിനിലോട്ട് യോജിപ്പിച്ച് പിടിച്ച് വേണം നമുക്ക് ട്രിപ്പിൾ ക്രോഷ ചെയ്യാൻ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് പുറത്ത് കാണാതിരിക്കാനാണ്. ഇതിപ്പോൾ ഹൈഡായി പോകും. നമ്മൾ ഈ 5 പെറ്റൽ ചെയ്ത് വരുമ്പോഴും ആ യാണ് ഹൈഡായി പോകും. കുറച്ച് ലെങ്ത് ഒരു 2 പെറ്റൽസൊക്കെ ചെയ്ത് ബാലൻസ് വരികയാണെങ്കിൽ നമുക്ക് യാണ് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അടുപ്പിച്ച് പിടിക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ പെറ്റൽസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരും.
നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്തെടുക്കേണ്ടത്. മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷ ചെയ്യുക. അതിനുശേഷം 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് സ്ലിപ്പ് നോട്ട് ഇടാം. അടുപ്പിച്ച് പിടിക്കാൻ ശ്രമിക്കണം. ഈ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാം. രണ്ടാമത്തെ പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 പെറ്റൽസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കി 5 പെറ്റൽസ് ഫുള്ളായി ചെയ്തെടുക്കാം. ലാസ്റ്റ് പെറ്റലിൻ്റെയും നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് യാണിനെ കട്ട് ചെയ്തെടുക്കാം. ഈ യാണിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം താഴോട്ട് വെച്ച് ഒന്ന് വലിച്ചെടുത്താൽ അത് ടൈറ്റായി നിൽക്കും. ബാക്കി വരുന്ന യാണിനെ നമുക്ക് ഹൈഡ് ചെയ്തെടുക്കാം. ഈ ഇട്ടിരിക്കുന്ന ഈ ട്രിപ്പിൾ ക്രോഷേനകത്ത് ജസ്റ്റ് ഇങ്ങനെ 2-3 തവണ അതിനെടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന യാണിനെ കട്ട് ചെയ്തും കളയാം. ഇപ്പോൾ 5 പെറ്റൽസിലുള്ള ഫ്ലവർ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.